നടി വർഷ പറയുന്നു, കഴിഞ്ഞത് പൊട്ടിപ്പാളീസായ വർഷം. ഭർത്താവും പോയി. നേരം വെളുക്കണ്ട എന്ന തോന്നൽ മാത്രമാണ് ഇപ്പോൾ. 2025 ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളികൾ തുറന്നു പറഞ്ഞ് നടിയും അവതാരകയും ഇൻഫ്ലുവൻസറുമായ വർഷ കരിയറിൽ ഉയർച്ചകൾ സംഭവിച്ചെങ്കിലും വ്യക്തിജീവിതത്തിൽ തകർച്ചകളും ഒറ്റപ്പെടലും നേരിട്ട വർഷമായിരുന്നുവെന്ന് വർഷ പറയുന്നു. ജീവിത പങ്കാളിയുമായി അകലേണ്ടി വന്നെന്നും മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് മരുന്ന് കഴിക്കേണ്ടി വന്നെന്നും വർഷ വെളിപ്പെടുത്തി. കാനഡയിൽ ജോലി ചെയ്യുന്ന അക്ഷയാണ് വർഷയുടെ ജീവിത പങ്കാളി. 2 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. 2025 വേറെ തന്നെ ഒരു വർഷമായിരുന്നു. ഈ വർഷം ഞാൻ ഒരു BMW സ്വന്തമായി വാങ്ങിയ വർഷമാണ്. അതേ വർഷം തന്നെയാണ് എൻ്റെ റിലേഷൻഷിപ്പ് പൊട്ടിപ്പാളീസായി നഷ്ടപ്പെട്ട് വീണ്ടും വട്ടപൂജ്യം ആയത്. മലയാളത്തിലെ തന്നെ ഏറ്റവും ടോപ്പ് ടെലിവിഷൻ ഷോയിൽ വീണ്ടും ആങ്കറായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷമാണിത്. ഈ വർഷം തന്നെയാണ് ഉത്കണ്ഠ, നെഞ്ചിടിപ്പ് കൂടുക, പാനിക് അറ്റാക്ക് തുടങ്ങിയവയ്ക്കുള്ള മരുന്നുകൾ ഞാൻ കഴിച്ചു തുടങ്ങിയത്. ഞാൻ അത്യാവശ്യം നന്നായി സമ്പാദിച്ച വർഷമായിരുന്നു ഇത്. പക്ഷെ ഈ വർഷം തന്നെയാണ് എൻ്റേതല്ലാത്ത കാരണത്താൽ, എൻ്റെ തെറ്റുകൊണ്ടല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ പൈസ നഷ്ടപ്പെട്ടു. എന്താ പറയുക, അക്ഷരാർത്ഥത്തിൽ ചതിക്കപ്പെട്ട ഒരു വർഷം. ഞാൻ പൊതുവെ അങ്ങനെ ആരുമായും അധികം താരതമ്യം ചെയ്യാത്ത ഒരു ആളാണ്. പക്ഷെ ഈ വർഷമാണ് ഞാൻ എന്നെ മറ്റു പലരുമായി താരതമ്യം ചെയ്ത് പെട്ടുപോയത്. എനിക്ക് ആഗ്രഹമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയ ഒരു വർഷമാണിത്. ഞാൻ ഒരു 4-5 രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള ഒരു വർഷമായിരുന്നു ഇത്. പക്ഷെ ഇതൊക്കെ വാങ്ങി ഇത്രയും സ്ഥലത്തൊക്കെ പോയിട്ടും തിരിച്ച് ഞാൻ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഒറ്റക്കായിരുന്ന ഒരു വർഷം കൂടിയാണിത്. എന്താന്ന് വെച്ചാൽ, ഇത്രക്ക് ഒറ്റക്കാവാനും ഇത്രക്ക് ഇൻഡിപെൻഡൻ്റ് ആവാനും ഇത്രക്ക് സ്ട്രോങ് ആവാനും ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ ഞാൻ ഇതൊക്കെ ആയി. രാത്രിയാവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. കാരണം എനിക്ക് പെട്ടെന്നുറങ്ങണം. രാവിലെ ആവുന്നത് എനിക്കിഷ്ടമില്ല. കാരണം എണീറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും എനിക്ക് നെഗറ്റീവ് ചിന്തകൾ. എനിക്ക് അപ്പോൾ തുടങ്ങും വിഷമങ്ങളും പ്രശ്നങ്ങളും. മാനസികമായി ആകെ സമ്മർദ്ദത്തിലാക്കും. ഉറങ്ങാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുള്ള ഒരു വർഷമാണ് 2025. മുന്നോട്ട് ഓടുന്നവർക്കേ മാറ്റം ഉണ്ടാവുള്ളൂ. ചായാൻ ഒരു തണൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവും. പക്ഷെ എനിക്ക് തണലില്ല. അതുകൊണ്ട് ക്ഷീണം ഉണ്ടെങ്കിലും എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ. നിങ്ങളുടെ പിന്തുണ വളരെ വലുതാണ്. എൻ്റെ കണ്ണ് തുറപ്പിച്ച വർഷമാണ്. മറ്റുള്ളവരുടെ ഫോട്ടോസും സ്റ്റോറീസും മാത്രം കണ്ട് അവരുടെയൊക്കെ ജീവിതം എമ്മാതിരി ജീവിതമാണ്, എൻ്റെ ജീവിതമൊക്കെ എന്ത് ഡാർക്കാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് വർഷ അവസാനിപ്പിക്കുന്നത്. വർഷ, 2026 എന്ന വർഷം നിങ്ങൾക്ക് ഏറ്റവും നല്ലതാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.